So page number 73, the radio. The radio is just over 100 years old. അപ്പോൾ നമ്മുടെ റേഡിയോ കണ്ടുപിടിച്ചിട്ട് വെറും 100 വർഷമേ ആയിട്ടുള്ളൂ. 100 വർഷത്തിന് ആവുന്നുള്ളൂ നമുക്ക് ഒരു റേഡിയോ കണ്ടുപിടിച്ചിട്ട്. It was Marconi who invented an instrument to send the wireless messages. അപ്പോൾ മാർക്കോണി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു റേഡിയോ കണ്ടുപിടിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? ടു സെൻഡ് ദ വയർലെസ് മെസ്സേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട്. He sent the first radio message in 1895. അപ്പോൾ പുള്ളിക്കാരൻ 1895 ഒരു ഫസ്റ്റ് മെസ്സേജ് പുള്ളിക്കാരൻ അയച്ചത്. പിന്നെ പണ്ട് ജീവിച്ചിരുന്ന ആളുടെ 100 വർഷങ്ങൾക്ക് മുകളിലായി. അപ്പൊ പിന്നെ മരിക്കാതിരിക്കോ? അതായത് പുള്ളിക്കാരൻ അത് തന്നെ തലയിൽ കൊട്ട് കിട്ടിയോ? അത് ന്യൂട്ടനാടാ, അത് മാർക്കോണി അല്ല, അത് ന്യൂട്ടനാ. പുള്ളിക്കാരൻ എന്നിട്ടാണ് പോയി ഗ്രാവിറ്റേഷൻ ഫോഴ്സും എന്നിട്ട് ഇത് 3 ലോയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയത്. സംശയമാണ്, ഈ ഐസക് ന്യൂട്ടൻ എത്ര ശതമാനം ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്? പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു 4% ബുദ്ധിയായിട്ടായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നേന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഞാൻ കേട്ടത്. എടാ, അതായത് അയാളുടെ ഐക്യു ലെവൽ എത്രയാണെങ്കിലും യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ബുദ്ധി, നമ്മുടെ ആ ഒരു ബ്രെയിൻ്റെ ആ പവറിന്റെ എത്ര ശതമാനം യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു 4% അങ്ങനെ എന്തോ, ഐൻസ്റ്റീൻ്റെ 4% അങ്ങനെ എന്തോ ആയിരുന്നു, ന്യൂട്ടന്റെ അങ്ങനെ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും 20% മുകളിൽ എന്തായാലും പോകത്തില്ല, ഉറപ്പാ. അതെ, ഇല്ല. അപ്പൊ നമ്മുടെയൊക്കെ എത്ര ശതമാനം യൂസ് ചെയ്യുന്ന ആലോചിച്ചത്? 0.0000001 വല്ലതായിരിക്കും നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് കേട്ടോ, നിങ്ങളല്ല, ഞാൻ. ഓക്കെ, നിങ്ങളൊക്കെ അതിനേക്കാളും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നിങ്ങളൊക്കെ ഒരു 1% എങ്കിലും ബുദ്ധി യൂസ് ചെയ്യുന്നുണ്ട്. അതങ്ങനെയാണ്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ ആദ്യമായിട്ട് അതിൽ കൂടെ മെസ്സേജ് അയച്ചത് 1895 ദ സ്മാർട്ട് ദ ബർത്ത് ഓഫ് ദ റേഡിയോ. അപ്പൊ ഇതിന് നമ്മൾ റേഡിയോയുടെ ബർത്ത് എന്ന് പറയാൻ പറ്റും. ഇറ്റ് വാസ് ഇൻ ഫാക്ട് ഡെവലപ്ഡ് ഫ്രം ദ ടെലിഗ്രാഫ് വിച്ച് വാസ് ഇൻവെന്റഡ് ബൈ കൂക്കി ആൻഡ് വീറ്റ്സ്റ്റോൺ ഇൻ 1835. അപ്പോ ഇതെന്ന് പറയുന്നത് ഈ കൂക്കി എന്ന് പറയുന്ന ആളും കൂക്ക് എന്ന് പറയുന്ന ആളും വീറ്റ്സ്റ്റോൺ എന്ന് പറയുന്ന ആളും അവരെ എന്ത് കണ്ടുപിടിച്ചു? ടെലിഗ്രാഫ്. അപ്പൊ ടെലിഗ്രാഫിന്റെ ആ ഒരു ടൈമിലാണ്, അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു നമ്മുടെ റേഡിയോയും ഇത് ഫോം ചെയ്യുന്നത്. കാര്യം ടെലിഗ്രാഫിന് ശേഷം വരുന്നതാണ് ഇത്. അപ്പൊ ടെലിഗ്രാഫ് കണ്ടുപിടിച്ചാലേ ഇവർ രണ്ടുപേരും. ലേറ്റർ ഇറ്റ് വാസ് പെർഫെക്റ്റഡ് ബൈ മോഴ്സ്. അപ്പോൾ ഈ ഫസ്റ്റ് ടെലിഗ്രാഫ് വന്നു, ഇവര് കണ്ടുപിടിച്ചു 1835. അത് കഴിഞ്ഞിട്ട് അതിനെ കുറച്ചുകൂടെ പ്രോപ്പർ ആക്കി മാറ്റി നമ്മുടെ മോഴ്സ് എന്ന് പറയുന്ന ആള്. മോഴ്സ് എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ പേര്. The word telegraph is derived from the 2 Greek word telos, which means distant, and grapho, which means to write. അപ്പൊ ഈ ടെലിഗ്രാഫ് എന്ന് പറയുന്നത് ഈ 2 വാക്കുകളിൽ നിന്ന്, 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഫോം ചെയ്തത്. ടെലോസ് എന്ന് പറയുന്നത്, ഗ്രാഫോ എന്ന് പറയുന്നത്. The invention of the telephone by Alexander Graham Bell in the year 1876 was another revolutionary step in the field of communication. അപ്പോൾ 1876 ആയപ്പോ നമ്മുടെ അലക്സാണ്ടർ ഗ്രഹാം ബെൽ നമ്മുടെ ഇത് കണ്ടുപിടിച്ചു. എന്താ? ടെലിഫോൺ കണ്ടുപിടിച്ചു. അതായിരുന്നു ഒരു റെവല്യൂഷൻ ഈ കമ്മ്യൂണിക്കേഷനിൽ. ഇപ്പൊ ഫോൺ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു എന്താ പറയുക, ഒരു കണ്ണി, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർട്ട്, ആ ഒരു റെവല്യൂഷൻ, ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് അവിടെ വെച്ചായിരുന്നു. It became more popular because the person at the other end could hear the speaker's voice. അപ്പോൾ ഇത് എങ്ങനെ ഫേമസ് ആയി? അപ്പോ നമ്മുടെ എന്താ
ഈ ഈ 1876 ഗ്രഹാം ബെൽ ഇങ്ങനെ ഒരു ഇൻവെൻഷൻ നടത്തിയപ്പോ നമുക്ക് പരസ്പരം സംസാരിക്കാനും ഉള്ള എല്ലാ പോസിബിലിറ്റീസും വന്നു. നമ്മുടെ സൗണ്ട് മറ്റൊരാൾക്ക് കേൾക്കാനും അയാളുടെ സൗണ്ട് നമുക്ക് കേൾക്കാനും ഉള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ 1895 ഇത് വരുന്നത്, നമ്മുടെ റേഡിയോ വരുന്നത്. അപ്പോ ടെലിഗ്രാഫ്, അത് കഴിഞ്ഞതിന് ശേഷം ഫോൺ, അത് കഴിഞ്ഞതിന് ശേഷമാണ് റേഡിയോ വരുന്നത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ റേഡിയോ ഓവർ ദ ടെലിവിഷൻ? ഡിസ്കസ്, റൈറ്റ് ഡൗൺ യുവർ പോയിന്റ്സ്. എന്തൊക്കെയായിരിക്കും ഈ റേഡിയോ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? ടെലിവിഷനേക്കാളും ഉള്ള അഡ്വാൻറ്റേജസ്, റേഡിയോ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ന്യൂസ് കൂടെ സാർ, ന്യൂസ് ന്യൂസ് കേൾക്കാല റേഡിയോയില്. കേൾക്കാം. എന്തൊക്കെയായിരിക്കും പറഞ്ഞോ സാർ? പണ്ടത്തെ ടെലിഫോൺ എങ്ങനെയാണ്? മറ്റേ കറക്കണ ടെലിഫോണാണോ? ആക്ച്വലി ടെലിഫോൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്. റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എന്താ സിയാൻ എന്താ പറഞ്ഞേ? കണ്ടുകൂടാ സിയാൻ നീ എന്താ പറഞ്ഞേ? കേട്ടില്ല. സാറിനെ ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ കാണാടാ. എന്താടാ? എനിക്ക് കാണാം സിയാന്. ഇവ ഇങ്ങനെ പ്രകാശം പോലെ ഇങ്ങനെ നിക്കണ്. റെക്കോർഡാണ് അത് സിയാനെ കണ്ടുകൂടാത്തോണ്ടൊന്നും അല്ല. അത് അവന്റെ മറ്റേ അവൻ ക്യാമറ ബ്ലാങ്ക് ആക്കിയിട്ടിരിക്കണം. ക്യാമറ ഫോട്ടോ മാറ്റിട്ട് ബ്ലാങ്ക് ആക്കിയിട്ടുള്ള മതി നമുക്ക്. കൊറേ ആൾക്കാരുണ്ട്. എന്തായാലും നോക്കിയോ, നമുക്ക് ഇപ്പൊ റേഡിയോ കൊണ്ടുള്ള ഉപയോഗം, ഇപ്പൊ ടെലിവിഷനേക്കാളും റേഡിയോ കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണ്? ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാം. ഞാൻ പറഞ്ഞു വീട്ടിലെ പുറത്തെ വിശേഷങ്ങൾ കേൾക്കാം. പുറത്തെ ന്യൂസ് കേൾക്കാം. ന്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു. ന്യൂസ് കേൾക്കാം. പുറത്തേക്കുള്ള വിശേഷങ്ങൾ അറിയാം. പിന്നെ പരസ്യങ്ങൾ കേൾക്കാം. പക്ഷെ ഇതെല്ലാം നമുക്ക് ടിവിയിലും കാണാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ, അതായത് ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ഒരു ഡിഫറൻസ് നമുക്ക് തോന്നിക്കാൻ പറ്റും? അതായത് ടെലിവിഷനും ഇതും തമ്മില്. റേഡിയോ എടുത്തോണ്ട് പോകാൻ പറ്റും, പക്ഷെ ടിവി എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അതല്ല സാർ, പൈസ കുറവാണ്. അല്ല, ഫസ്റ്റ് പൈസ കുറവാണ്, സമ്മതിച്ചു. അല്ല എടാ, ടിവി നിനക്ക് എന്ത് എടുത്തോണ്ട് പോകാൻ പറ്റൂലേ? അതല്ല സാർ, പാർട്ടിയൊക്കെ നടക്കാൻ പറ്റൂലല്ലോ ടിവി എടുത്തോണ്ട്. ശരി, ഓക്കെ. അപ്പൊ നമുക്കറിയാം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ ബെറ്റർ സൗണ്ട് എഫക്ട്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ലെസ് റേഡിയോ ജാക്ക്, അതിലുള്ള ജാക്ക് എല്ലാം വ്യത്യാസമാണ്. ജാക്ക് അതൊക്കെ ഓക്കെ. പക്ഷെ നീ പറയുന്ന റേഡിയോ എന്താണെന്ന് അറിയാവോ? നീ പറയുന്ന റേഡിയോ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള 2 വലിയ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഇതാ. പക്ഷെ റേഡിയോ എന്ന് പറയുന്നത്, ഇവര് ഇതിൽ ഉദ്ദേശിക്കുന്ന റേഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, പണ്ടത്തെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്താൻ പറ്റുന്ന ആ ഒരു ഇത്. അതെ, ഓക്കെ. അങ്ങനെ ഈ റേഡിയോ ആയാൽ പോലെ നമുക്ക് ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ നോക്കാം. ഇപ്പൊ പൈസ കുറവുള്ളത് ഇത് തന്നെ, ഏതിനായിരിക്കും ബെറ്റർ? സൗണ്ട് ഇഫക്ട്സ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഏതിനായിരിക്കും? ടിവിക്കായിരിക്കും, റേഡിയോക്കായിരിക്കും? ടിവിക്കായിരിക്കും സാർ, ടിവിക്കാണ് നല്ല സൗണ്ട് കാണും. എല്ലാം നല്ല സൗണ്ട്. റേഡിയോക്കെല്ലാം നല്ല സൗണ്ട് ആണ്. ഇപ്പൊ വാങ്ങുന്ന റേഡിയോക്കെല്ലാം ഇപ്പോഴത്തെ ടിവിക്ക് അതിനെക്കാട്ടി സൗണ്ട് ഉണ്ട്. ആണോ? ബ്രഹ്മ വീഡിയോ ഡിജെ അല്ലേ ഇത്? എടാ, പക്ഷേ ഓക്കെ, എന്റെ വീട്ടിൽ ടിവി ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കില്ല. അതുകൊണ്ട് പറയും. ഓക്കെ, അപ്പോ ഈ ലോകത്ത് സാറിന് മാത്രമേ ടിവി ഇല്ലാതായിരിക്കുള്ളൂ, ബാക്കി എല്ലാവർക്കും ടിവി ആണ്. അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്റെ വീട്ടിൽ ടിവി ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് വലിയ പിടുത്തമൊന്നും ഇല്ല. ഇല്ലടാ,
സാർ ടി വിക്കാണ് കൊള്ളാം, റേഡിയോ അത്ര ഇല്ല, ടി വി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള. സാർ എന്ന് പറയുമ്പോൾ പടമെല്ലാം കാണാൻ പറ്റും. വാർത്ത അറിയാൻ പത്രമുണ്ട്, പിന്നെ നമ്മുടെ ഫോണുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഇതെല്ലാം ഉള്ളിടത്ത് ഇപ്പൊ നമ്മളിപ്പോ ടിവിയുടെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ മുമ്പായാൽ പോലും പത്രമുണ്ട്. അപ്പൊ പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ അല്ല അറിയാം. അപ്പൊ സാർ ഈ ക്രിക്കറ്റ് എല്ലാം അങ്ങനെ കാണുന്ന, ക്രിക്കറ്റ് ഫോണിലല്ലേ? അത് റേഡിയോയില് പറയൂലേ. ഞാൻ ടി വിയിലാണ് ലാപ്ടോപ്പിൽ കാണും. സാർ. എനിക്ക് ആദ്യത്തെ SP എല്ലായിടത്തും കാണിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അശ്വിന്റെ അടുത്ത് 2 പേരും ഇരിക്കുന്നു ഇവിടെ. തൂണിലും തുരുമ്പിലും ആദ്യത്തെ SP. അപ്പൊ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇഫ് ദർ ഈസ് നോ ഇലക്ട്രിസിറ്റി വിച്ച് വൺ ക്യാൻ ബി വർക്ക്ഡ്? റേഡിയോ ആയിരിക്കും, ടി വി ആയിരിക്കും? ഇലക്ട്രിസിറ്റി ഇല്ല എങ്കിൽ ഏത് നമുക്ക് വർക്ക് ചെയ്യിക്കാം? റേഡിയോ നമുക്ക് ബാറ്ററി ആയാലും അല്ല എങ്ങനെയായാലും നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷെ അതേസമയം ടി വി നമുക്ക് അങ്ങനെ പറ്റത്തില്ല. വിച്ച് ഈസ് ലെസ് ഡിസ്റ്റർബിങ്? ഏതായിരിക്കും ഏറ്റവും കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത് നമ്മളെ? റേഡിയോ. ടിവിയിൽ ഭയങ്കര സൗണ്ട്. റേഡിയോ സൗണ്ട് ഇല്ല, സൗണ്ട് റേഡിയോ കുറച്ചു നേരം കഴിയുമ്പോ ഒരു സൗണ്ട് കേൾക്കും, കിജിപിച്ച. ടിവി കണ്ണിന് കുഴപ്പം വരും, ടിവി എപ്പോഴും കണ്ടോണ്ടിരുന്ന. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുക. We surely live in better world, don't we? Imagine waiting for a fortnight or more for a message to reach us. Okay. എന്തായാലും നിങ്ങൾ ഇതിനെ കുറിച്ച്, ഈ ക്വസ്റ്റ്യനെ കുറിച്ച് ഭയങ്കര ലോ ആയിട്ടാണ് കേൾക്കണത്. ഏതാടാ? സാറിന്റെ ബ്ലർ ആയിട്ട് കാണിക്കുന്നത് വോയിസ് ഇതായിട്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് നിങ്ങളൊരു പാരഗ്രാഫ് എഴുതുക. ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് ഒന്ന് എഴുതുക. എഴുതിയിട്ട് അടുത്ത് നോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരണം. ഇതൊക്കെ ഈ വർക്കൊക്കെ എഴുതിയിട്ട് കൊണ്ടുവരണം കേട്ടോ. Look at the cartoon below. What idea do you get? Let me see the cartoon, please. I must see the cricket match. I have my favorite serial now. Let me see it. It's time for Ramayana. I want to see it. ഈ കാർട്ടൂൺ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു വീട്ടിലടി. എനിക്കിഷ്ടമില്ല കാർട്ടൂൺ. അതായത് ഈ ഒരു പോസ്റ്റർ, ഈ ഒരു കാർട്ടൂൺ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള ഒരു വീട്ടിലെല്ലാരും കൂടി എനിക്ക് താനെ ലീവായി. എല്ലാവർക്കും എനിക്ക് താനെ ലീവായി. സാർ ഇവിടെ ബ്ലർ ആയിട്ട് കാണിച്ചപ്പോ താനെ ലീവ്. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കാർട്ടൂൺ കാണുമ്പോ എന്താ തോന്നുന്നത്? അത് ഒരു TV ഉണ്ട്, പക്ഷെ എല്ലാവർക്കും വേറെ വേറെ എല്ലാം കാണണം. Exactly. അമ്മൂമ്മ സീരിയൽ. So the taste is different in different people. Like in people's like this, kids like cartoon, boy want to watch cricket, and പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ചിലപ്പോൾ ന്യൂസ് കാണണമായിരിക്കും. ആൻഡ് വീട്ടമ്മയ്ക്ക് ഹൗസ് മെയ്ഡ് ആണെങ്കിൽ ഇത് സീരിയൽ കാണണം. ഇത് വയസ്സായവർക്ക് രാമായണം കാണണം. അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബൈബിൾ, അല്ലെങ്കിൽ അതായത് ബൈബിൾ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത്, അല്ലെങ്കിൽ ഇപ്പോ മുസ്ലിംസിനാണെങ്കിൽ ഖുറാൻ പാരായണം, അതുപോലുള്ള കാര്യങ്ങൾ. ലൈക്ക് എന്താണ് റിലീജിയസ് വൈസ് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് ഉള്ളത്. What does the grandmother like to watch? എന്താ ഗ്രാൻഡ് മദറിന് കാണാൻ ഇഷ്ടം? രാമായണം. What is the boy's preference? Cricket match. All the people have the same taste Cricket match. in the TV programs? No. സാർ കേട്ടില്ല ഒന്നും. No. സാർ ഒന്നും കേട്ടില്ല. അവിടെ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ആദിത്യ, അതുകൊണ്ടുള്ള ഒരു ഡിലേ വരുന്നതാ. Okay. അടുത്ത നെക്സ്റ്റ് വൺ ഈസ് ട്രിക്കി. Whom do you support? ഇതില് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? വൈ? എന്തുകൊണ്ട്? ഗ്രാൻഡ് മദർ. ഓക്കെ, SP ഗ്രാൻഡ് മദർ സപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാ? ഓക്കെ, ഞാൻ ബ്രഹ്മ, ഞാൻ വരാം. വെയിറ്റ്.
ഇത് ഫസ്റ്റ് ആദ്യത്തെ SP പറയൂ. എന്ത് ഗ്രാൻഡ് മദറിനെ എന്തുകൊണ്ടാ സപ്പോർട്ട് ചെയ്യുന്നത്? സാർ രാമായണം എല്ലാവർക്കും കണ്ടാലും മനസ്സിലാവും. മറ്റേത് ചിലവർക്ക് ഓരോന്ന് ഇതാകുമ്പോ കാർട്ടൂണ് പിള്ളേർക്ക് മനസ്സിലാവും, ക്രിക്കറ്റ് ആണുങ്ങൾക്ക് മനസ്സിലാവും, സീരിയല് ആണുങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ക്രിക്കറ്റ്. Okay. ബ്രഹ്മൻ പെണ്ണുങ്ങൾ കാണുന്നു ക്രിക്കറ്റ്. ബ്രഹ്മൻ സാർ ആ വീട്ടമ്മ കഷ്ടപ്പെട്ടിട്ട് വന്നിരിക്കയല്ലേ, അപ്പൊ നമ്മൾ സീരിയൽ ഇട്ട് കൊടുക്കണ്ടേ, അതല്ലേ മര്യാദ. ഓക്കെ. ഞാൻ പറയണ ക്രിക്കറ്റ്. ഞാൻ സപ്പോർട്ട് ക്രിക്കറ്റ്. ഗ്രാൻഡ് മദർ. ഞാൻ പറയണ ഞാൻ ഗ്രാൻഡ് മദർ. സപ്പോർട്ട് ക്രിക്കറ്റ്. എല്ലാരിലേക്കും ഞാൻ വരാം. വെയിറ്റ്. അടുത്ത അശ്വിൻ പറയും. അശ്വിന്റെ ഞാൻ സപ്പോർട്ട് ക്രിക്കറ്റ്. ക്രിക്കറ്റ് വായ് ഞാൻ പറഞ്ഞ ക്രിക്കറ്റ് വായ് എന്ന് പറഞ്ഞ അത് നമ്മളെ ഇന്ത്യയുടെ ഒരു കളിയല്ലേ, അപ്പം അതൊക്കെ കാണുമ്പോ എല്ലാവർക്കും ഇന്ത്യൻ കളിയിൽ അത് സന്തോഷം ജയിച്ചിട്ടില്ല. Okay, actually it's cricket. ഉണ്ടെങ്കിൽ. Okay, it may be India and Pakistan or India to Australia or West Indies versus England. Anyway, it's cricket. It's just cricket. So you want to watch cricket. Why? അത് എല്ലാവർക്കും മനസ്സിന് സന്തോഷവും ഈ Okay, according to you, you will get happiness, right? Okay, fine. അത് മതി. Okay, അപ്പൊ ഇത് ഹാപ്പി ആവും. yeah, okay, fine. ജീവൻ ഞാൻ അയാളുടെ ഡാഡിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. Okay. Actually, ഇവിടെ ഡാഡിക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ടോ എന്നുള്ള ആരും ചോദിച്ച റോൾ ഉണ്ടോ? പറഞ്ഞില്ലേ അത് അയാളെ ന്യൂസ് ചിലപ്പോ കാണണായിരിക്കും. ഇല്ല Okay. റോളില്ല. അത് okay. എന്തോ കാണുന്നു. ഇപ്പൊ അങ്ങനെ എന്തോ കാണുന്നു. കാർട്ടൂൺ, ക്രിക്കറ്റ്, സീരിയൽ, രാമായണം ഇത്രയും ഉണ്ട്. അപ്പൊ അത് ചിലപ്പോ പുള്ളിക്കാരൻ ചിലപ്പോ സിനിമ ആയിരിക്കും കാണുന്നത്, വേറെ എന്തെങ്കിലും ആയിരിക്കും കാണുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ജസ്റ്റ് ലീവ് ഇറ്റ്. പക്ഷെ ഇതില് ആരെ സപ്പോർട്ട് ചെയ്യുന്നു? സാർ ഇവിടെ സ്റ്റക്ക് ആയിരിക്കുന്നു സാറിന്. നെറ്റ്വർക്ക് ഇഷ്യൂ ആടാ അവിടെ നെറ്റ്വർക്ക്. സാറിന് സ്റ്റക്ക് ആയിരിക്കുന്നു. ബാക്കിയുള്ളവർ കുഴപ്പമില്ലല്ലോ? ഇല്ല സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല, നിനക്ക് കുഴപ്പം. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ. ആകത്തില്ല പ്രശ്നം. ഓക്കെ, അപ്പൊ പറയ് സാർ. ഇത് ഞാൻ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ക്രിക്കറ്റ് മാച്ച്. ഞാൻ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗ്രാൻഡ് മദർ. വയസ്സായി മൂത്തതല്ലേ. ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും വരാൻ വെയിറ്റ് ചെയ്യുന്നു. അവന്റെ അഭിപ്രായം പറയട്ടെ. ഓക്കെ, ആരാ? എടാ ജീവൻ പറ. Okay, ജീവൻ, why do you support cricket? ക്രിക്കറ്റ് മാച്ച് ആണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുകയും കൂടെ ചെയ്യാല്ല. ഇങ്ങനെയാണ് കളിക്കേണ്ടത് എന്നും പഠിക്കുകയും കൂടെ ചെയ്യാല്ല. മറ്റേതല്ല ആവശ്യമില്ലാത്തല്ലേ. ഓക്കെ, റൈറ്റ്. ഓക്കെ, ആദ്യത്തെ ദിലീപ്. ഞാൻ ഗ്രാൻഡ് മദറിനെ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ വയസ്സായത് മൂത്തതാണ്. ഓക്കെ, സിയാൻ. അവിടെ ഇല്ല സാർ. ഉണ്ടാ നീ ആരെ സപ്പോർട്ട് ചെയ്യുന്നടാ? ആരെങ്കിലും സപ്പോർട്ട് ആരെ സപ്പോർട്ട് ചെയ്യുന്നവരാ? അത് വെസ്റ്റ് ഇൻഡീസിനെയോ അതോ ഇംഗ്ലണ്ടിനെയോ? ഇംഗ്ലണ്ടല്ല സാർ, ഫുട്ബോൾ മാച്ചിന്. ഓക്കെ, അതല്ല, ഫുട്ബോൾ മാച്ച് അതിന് ഇല്ല അവിടെ. ഫുട്ബോൾ മാച്ച് അതിന് ഇല്ല. ചോദിച്ചേ. എടാ, ഇതിലാരെ സപ്പോർട്ട് ചെയ്യും? നീ പോയോ? ഇവിടെ ക്ലിയർ ഇല്ലെന്ന് തോന്നുന്നു. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കളിക്കുന്നു. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ട്. അത് നിങ്ങൾ നോട്ടിൽ എഴുതുക. കാര്യം നിങ്ങളുടെ റീസൺ ഓൾസോ, യു ക്യാൻ സ്റ്റേറ്റ് യുവർ റീസൺസ് ഓൾസോ. ബിക്കോസ് ഇതിനൊക്കെ എന്ന് പറയുന്ന ഒരു എക്സാക്ട് ആൻസർ ഇല്ല. സാറിന് ആരെയാണ് സപ്പോർട്ട് ചെയ്യണം? സാറിനെ സാറിന് ആരെ സപ്പോർട്ട് ചെയ്യും? ഓക്കെ, ദാറ്റ്സ് എ ട്രിക്കി. ആരെ സപ്പോർട്ട് ചെയ്യും? ബ്രഹ്മ കേട്ടടാ സാറ് 3 തവണ പറഞ്ഞു. Okay, actually I'm a bit confused. Okay, it's TV. Okay, if I have some other option, അല്ലെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ ക്രിക്കറ്റോ കാർട്ടൂണോ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരിതിൽ ഏത് കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അവിടെ പോകാതിരുന്നാ പോരെ, പ്രശ്നമില്ല. ഓക്കെ, അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ,
I may support for cricket mostly. എനിക്ക് സീരിയൽ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതൊരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ രാമായണം രാമായണം അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള അത് ബോറായിരിക്കും, അതുകൊണ്ട് ഞാൻ അതും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഈ ക്രിക്കറ്റ് കാണുമ്പോ നമുക്ക് എല്ലാവർക്കും സന്തോഷമാവും. സിക്സ് ഒക്കെ അടിക്കുമ്പോ ആക്ച്വലി ഞാൻ ഇതായിരിക്കും. അല്ലെങ്കിൽ കാർട്ടൂൺ ഒപ്പ് ഞാൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ കാർട്ടൂൺ. കാരണം ഒരു കാർട്ടൂൺ പറയുന്നത് വി ക്യാൻ ലോഫ് എലോൺ. ചിരിക്കാൻ ഇടേ അവിടെ എന്തോ സൗണ്ട് ശബ്ദം ഉണ്ടാക്കണത് നോക്കി അവ എടുത്തിട്ട് തട്ടുന്ന ആദ്യത്തെ ലീവ. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ കാർട്ടൂൺ എന്ന് പറയുന്നത് നമുക്ക് ചിരിക്കാനുള്ള കുറെ വക അതിൽ കാണും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അത് അല്ലെങ്കിൽ ക്രിക്കറ്റ് അത് കാണാനായിട്ട് അത് ക്രിക്കറ്റ് സപ്പോർട്ട് ചെയ്യാം. അത് അതിലേതെങ്കിലും ഒന്ന്. ഇപ്പൊ ക്രിക്കറ്റ് ആയിരിക്കാം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത് television brings the world in front of us. Everybody likes to watch it. Do you like to know something more about സാർ എല്ലാരും സ്റ്റക്ക് ആയിരിക്കുന്നു ഇവിടെ. അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആട്ടോ, അതുകൊണ്ടാ. ഓക്കെ, എനിവേ, അപ്പൊ നമുക്ക് അടുത്ത ടിവിയെ കുറിച്ച് പഠിക്കാം. ടി വി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്കൊരു വിഷ്വൽ ഇമേജ് ആയിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്ന സാധനമാണ് ഈ ടി വി എന്ന് പറയുന്നത്. The television is one of the miracles of science. അപ്പോൾ ഒരു സയൻസിന്റെ ഏറ്റവും അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ടി വി എന്ന് പറയുന്നത്. It is not an idiot box but a magic carpet. അപ്പോൾ ഈ ടി വി എന്ന് പറയുന്ന സാധനം നമ്മള് എന്താ പറയാൻ ഓക്കെ ഒരു ഇതിനെ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഇഡിയറ്റ് ബോക്സ് എന്ന് വരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോ ഇഡിയറ്റ് ബോക്സ് അല്ല, പക്ഷെ ഇറ്റ്സ് എ മാജിക് കാർപ്പറ്റ്. അതായത് ഒരു മാന്ത്രിക പരവതാനിയാണ് നമ്മുടെ ക്രിക്കറ്റ് എന്ന് ടി വി എന്ന് പറയുന്നത്. ടി വി നമുക്ക് ക്രിക്കറ്റിലേക്കാണ് ഓർമ്മ പോയത്, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ എടാ നേരത്തെ ക്വസ്റ്റ്യനിലുണ്ടല്ലോ നമ്മുടെ ആ ഒരു വൈ ഹൂം ഡു യു സപ്പോർട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതും എഴുതാം കേട്ടോ. എന്തുകൊണ്ടെന്ന് എഴുതിയാൽ മതി. ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ഫൈൻ. അപ്പൊ ഡു യു നോ ഹൂ ഇൻവെന്റഡ് ദ ടെലിവിഷൻ? ആരാന്നറിയാവോ ഇതിൽ നോക്കാതെ? ജെയിൽ ബേർഡ്. അല്ല, ഇതിൽ നോക്കാതെ അറിയായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. Okay, the Scotsman named jail bird. അപ്പൊ സ്കോട്ട്സ്മാൻ എന്ന് പറയുന്നത് സ്കോട്ടിഷ്, അതായത് സ്കോട്ട്ലാൻഡിലുള്ള ആൾക്കാരെ പറയുന്നതാണ് സ്കോട്ട്സ്മാൻ. സാർ സ്റ്റക്ക് ആയിരിക്കണം, അതല്ലേ ഞാനും പറഞ്ഞു. സാറിന്റെ ഫോണിൽ ഒരു വീഡിയോ അയച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ സ്റ്റക്ക് ആവുന്ന സമയത്ത് ആദിത്യത്തില് നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ ഇത് റേസ് ഹാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ സ്റ്റക്ക് ആവുമ്പോ നിങ്ങൾ എല്ലാരും ചെയ്യണം, ഇങ്ങനെ കിടന്ന് വിളിക്കാതെ. അപ്പോഴ് റെക്കോർഡ് വലിയ പ്രശ്നം വരത്തില്ല. അപ്പൊ ഈ റേസ് ഹാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴ് ഇത് ഞാൻ ഉടനെ നിർത്താം. എല്ലാരും കൂടെ ചെയ്യുന്ന സമയത്ത് അതിലൊന്ന് മനസ്സിലാക്കാം വ്യക്തമായിട്ട്. ഓക്കെ, ഇപ്പൊ കേക്കാലോ? അപ്പോ സ്കോട്ട്സ്മാൻ എന്ന് പറയുന്നത് ഒരു സ്കോട്ട്ലാൻഡുകാരാണ് സ്കോട്ട്സ്മാൻ എന്ന് പറയുന്നത്. അപ്പോ സ്കോട്ട്ലാൻഡുകാരനായ ജെയിൽ ബേർഡിനെയാണ് ബേർഡ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ ടി വി കണ്ടുപിടിച്ചത്. Bird made it possible to present moving and living pictures to men and invent events on the screen. അപ്പോ പുള്ളിക്കാരന് ഇങ്ങനെ ചലിക്കുന്ന പിക്ചേഴ്സും എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരന് ഇവിടെ ഇത് ഈ സ്ക്രീനിലൂടെ കാണിക്കുവാനായിട്ട് പുള്ളിക്കാരന് സാധിച്ചു. ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് വാസ് ഓൺലി ഇൻ മോണോക്രോം, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോ മോണോക്രോം എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ അല്ല. ഇപ്പോ മോണോക്രോം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്.
The color television became popular in the 1970s. അപ്പോൾ 1970 ആയപ്പോഴാണ് നമുക്ക് ഒരു സെക്കൻഡ് സാർ ഇവിടെ സ്റ്റക്കായി. എടാ നിന്റെ അടുത്ത് ഞാൻ റേസ് ഹാൻഡ് യൂസ് ചെയ്യണം. ഞാൻ കൊടുത്ത് ഞാൻ 2 തവണ ചെയ്തു സാറ്. അപ്പോ നമ്മൾ പറഞ്ഞു ഇറ്റ് വാസ് ഓൺലി ഓൺ മോണോക്രോം, നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിരുന്നു. പിന്നെ കളർ ടെലിവിഷൻ എങ്ങനെയാ വന്നത്, എപ്പോഴാ വന്നത്? 1970s ആയപ്പോഴാണ് കളർ ടെലിവിഷൻ ഫേമസ് ആയി തുടങ്ങിയത്. അതുവരെ ഇത് കളർ ടെലിവിഷൻ ഇല്ലായിരുന്നു. അതിനു മുമ്പ് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. It was potentialities as a powerful medium to mass communication cannot be underestimated. അതായത് ഇതിന്റെ ആ ഒരു പൊട്ടൻഷ്യാലിറ്റീസ്, അതായത് അതിന്റെ ആ ഒരു കഴിവ്, അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ഒരു രീതി, അതെല്ലാം എന്ന് പറയുന്നത് വലിയ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു നമുക്ക് ഉണ്ടാക്കി. അതായത് മാസ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ഈ ഒരു മാസ് മീഡിയ അല്ലെങ്കിൽ ന്യൂസും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായാൽ പോലും നമ്മൾ എത്തിക്കുന്നത്. ആദ്യത്തെ ദിലീപിന് കേട്ടുവിടാൻ തോന്നുന്നു, അവനോട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അപ്പോ അത് നമ്മളിൽ എത്തിക്കുന്ന ആ ഒരു രീതി, ആ ഒരു പവർഫുൾ മീഡിയം, അതെന്ന് പറയുന്നത് നമുക്കൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത, അണ്ടർ എസ്റ്റിമേറ്റഡ്, തള്ളിക്കളയാൻ പറ്റാത്തത് ആയിരുന്നു. It is indeed one of the best source of entertainment and enlightenment for all. അപ്പോൾ അത് മാത്രമല്ല, ഇത് നമുക്കെന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റും എല്ലാമായിരുന്നു നമ്മുടെ ഈ ഒരു ടെലിവിഷൻ എന്ന് പറയുന്നത്. Programs on subjects like health and hygiene, nutrition, family planning, and agriculture are of immense help to men and women, especially in rural areas. അപ്പോൾ ഈ റൂറൽ ഏരിയാസിൽ നമുക്ക് പ്രത്യേകിച്ചും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, അവർക്ക് ഒരു ഹൈജീനെ കുറിച്ചും അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചും ഉള്ള അവയർനെസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കാനും. അത് നമ്മുടെ ഈ ഒരു പഴയ ദൂരദർശനം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു, നമ്മുടെ ഗവൺമെന്റിന്റെ പരസ്യമൊക്കെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കൂ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വരും നമ്മുടെ റേഡിയോയിലും ഇതിലും എല്ലാം വരുന്ന ഒരു പരസ്യം ഉണ്ടല്ലോ, എല്ലാ വീടുകളിലും ബാത്റൂം വേണം പറഞ്ഞുകൊണ്ട് ഇത് പരസ്യമൊക്കെ വരത്തില്ല. അപ്പൊ അതുപോലെ കൊണ്ട് ഇത് പരസ്യങ്ങളും അല്ലെങ്കിൽ ഓരോന്നിനെ കുറിച്ചും ഹൈജീൻ, ഹെൽത്ത്, ഹൈജീൻ ഒക്കെ. ജീവൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ ഓക്കെ അപ്പൊ ഇടയ്ക്കാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക്. ഓക്കെ അപ്പൊ അതുപോലുള്ള ഫാമിലി പ്ലാനിങ്ങും അഗ്രികൾച്ചർ, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, ഇത് എല്ലാം പ്രത്യേകിച്ച് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള കാര്യങ്ങൾ എല്ലാം ഇതിൽ കൂടെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ഇറ്റ് എസ്പെഷ്യലി ഹെൽപ്പ് റൂറൽ ഏരിയാസിന് കൂടുതൽ ഹെൽപ്പായിട്ട് മാറി. The television plays a very significant role in educating the farmers on the use of different kinds of fertilizers and pesticides and new methods of cultivation. അപ്പോ ഈ ടെലിവിഷൻ യൂസ് ചെയ്തപ്പോ ഈ ടെലിവിഷൻ വഴി ഇപ്പൊ പുതിയ തരത്തിലുള്ള കൾട്ടിവേഷൻ രീതി, കൃഷി രീതികൾ, അല്ലെങ്കിൽ പുതിയ വളങ്ങൾ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഫാർമേഴ്സിന് അവർക്ക് ഒരു അറിവുണ്ടാവാനായിട്ട് തുടങ്ങി. In addition to giving villagers professional guidance, the television can present a whole variety of cultural programs as well. അപ്പോ ഈ ടെലിവിഷൻ യൂസ് ചെയ്ത് നമ്മളിപ്പോ എല്ലാം ഈ ഉപദേശം മാത്രമല്ല എങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഇത് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കായാലും ബോറടിക്കും. പക്ഷേ അവർക്കുള്ള ഈ കൾച്ചറൽ ഇവന്റ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസും എല്ലാം തന്നെ അവർക്ക് ഇതിലൂടെ കാണിക്കാനും പറ്റി. അത് ആ ഒരു നല്ലൊരു ഇമ്പാക്ട് വില്ലേജേഴ്സിലും അല്ലെങ്കിൽ എല്ലായിടും അത് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, വീട്ടിൽ TV ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അതായത് വിഷ്വൽ മീഡിയ, അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ആണ്. നമ്മളല്ലെങ്കിൽ എപ്പോഴും TV കാണാൻ അല്ലെ ലാപ്ടോപ്പ് കാണാൻ അല്ലെ ഫോൺ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് വരെ അതിന് ഒരു എക്സാമ്പിൾ ആണ്.
നമ്മുടെ ആ വിഷ്വൽ ഒരു മാജിക് ഓഫ് visual media or television. Man is born in the stream of culture. The invention of the television has enabled him to enjoy and see with his own eyes the culture of different people living in different communities. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓരോ നാട്ടിലും ഓരോ കൾച്ചറാണ്. ഇപ്പൊ ഇന്ത്യയുടെ കൾച്ചർ ആയിരിക്കത്തില്ല അമേരിക്കയുടെ ആയിരിക്കത്തില്ല ജപ്പാനിലായിരിക്കത്തില്ല, അല്ലെങ്കിൽ അടുത്ത് എവിടെ, ഇന്തോനേഷ്യയില്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കൾച്ചർ ആയിരിക്കത്തില്ല തമിഴ്നാട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കൾച്ചർ ആയിരിക്കത്തില്ല അത് ആന്ധ്രയുടേതായിരിക്കത്തില്ല അടുത്ത് അങ്ങ് നാഗാലാൻഡിൽ പോകുമ്പോ. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പൊ അല്ലെങ്കിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള ആ ഒരു ഇതായിരിക്കത്തില്ല, ആ ഒരു കൾച്ചർ ആയിരിക്കത്തില്ല നമ്മുടെ അടുത്ത് ഈ കോട്ടയം ഭാഗത്തോട്ടൊക്കെ പോകുന്നത്. ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്, അവിടെ മലയാളം യൂസ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് ഡിഫറൻസസ്. സോ സച്ച് ഡിഫറൻസസ് ക്യാൻ ബി ഷോഡ് ഇൻ ടെലിവിഷൻ. അപ്പൊ നമുക്ക് അതൊക്കെ ടി വിയിലൂടെ കാണിക്കാനും അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനും എല്ലാം ഇത്തരം ടി വി പ്രോഗ്രാംസും എല്ലാം സാധിച്ചു. This medium of audio-visual communication has a very powerful appeal. അപ്പോൾ ഈ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് വലിയൊരു ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇറ്റ് ക്യാൻ therefore be used for educational purposes also. അപ്പോൾ എന്നിട്ടത് എഡ്യൂക്കേഷൻ, നമ്മുടെ പഠനത്തിന് സഹായമാകുന്ന രീതിയിലും ഇത് ഉണ്ടാവാൻ തുടങ്ങി. Lessons on science, mathematics, geography, and other disciplines are often telecast. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ആവശ്യമായ സയൻസും, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്കവറി ചാനൽ എടുത്തു കഴിഞ്ഞാൽ പല പല നാടിനെ കുറിച്ചും എല്ലാം അറിയാം. സഞ്ചാരം എടുത്തു കഴിഞ്ഞാൽ പല പല കമ്മ്യൂണിറ്റീസിനെ കുറിച്ച്. ഇപ്പൊ നമ്മുടെ പുള്ളിക്കാരന്റെ പേരെന്തുവാ, കുളങ്ങര, ജോർജ് കുളങ്ങര, സന്തോഷ് ജോർജ് കുളങ്ങര. പുള്ളിക്കാരന്റെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ പല നാടുകളില് പല രീതികളില് പല സ്ഥലത്ത് പോകുന്നതൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഡിസ്കവറി ചാനലൊക്കെ. അതുപോലെ തന്നെ മാത്സ്, സയൻസ്, ഇതിനെ കുറിച്ചെല്ലാം നമുക്ക് അറിയാനായിട്ട് ഓരോ ചാനൽസും അല്ലെങ്കിൽ ഈ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ടി വിയിൽ കൂടെ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. In order to educate the public, more programs on traffic rules, health and hygiene, law and order problems, etc. അപ്പോ അത് കഴിഞ്ഞിട്ട് നിയമം പാലിക്കുക, ഈ നമ്മുടെ പൊതുസ്ഥലത്ത് തുപ്പരുത്, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വേസ്റ്റ് വലിച്ചെറിയരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരസ്യത്തിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ കോവിഡിനെ പറ്റിയാണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യണം, SMS എന്നുള്ള ആ ഒരു മെസ്സേജ് എല്ലാം നമുക്ക് ഇപ്പൊ ടി വി കൂടെയൊക്കെ നമുക്ക് അത് കാണാൻ പറ്റും. അല്ല എങ്കിൽ ഓഡിയോ ആയിട്ട് നോക്കണേ, നമ്മളിപ്പോ ആരെങ്കിലും ഫോൺ വിളിക്കുകയാണെങ്കിൽ കോവിഡിനെ കുറിച്ചുള്ള മെസ്സേജ് ആയിരിക്കും ആദ്യം കേൾക്കുക. അപ്പൊ അതുപോലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും, ട്രാഫിക് റൂൾസ്, ട്രാഫിക് നിയമങ്ങൾ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഹെൽത്തിനെ പറ്റി ഇതെല്ലാം അതിൽ കൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. The TV programs usually deal with many other subjects and topics of current importance. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം ഇത് ക്രമീകരിച്ച് അത് നമ്മളിൽ എത്തിക്കാനായിട്ട് നമ്മുടെ ടി വി പ്രോഗ്രാംസിന് സാധിക്കുന്നുണ്ട്. A man after a day's hard work may switch on his television, set a derived immersive pressure. അപ്പോ ഒരാള് ഈ രാവിലെ പണിക്ക് പോയി രാത്രി വരെ പണിയെടുത്തിട്ട് തിരിച്ചു വരും. വീട്ടിൽ വന്നതിന് ശേഷം പുള്ളിക്കാരൻ സെറ്റ് ആൻഡ് ഡിറൈവ് ഇമ്മേഴ്സ് പ്ലഷർ. അപ്പൊ പുള്ളിക്കാരന് ആവശ്യം എന്ന് പറയുന്നത് ഇമ്മേഴ്സ് പ്ലഷർ, സന്തോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒന്ന് ആ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു ബോറടി, ആ ഒരു ടയർഡ്നെസ്സിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരൻ ആ ഒരു ടി വി ഓണാക്കുന്നത്. He feels greatly relieved after the day's fatigue. Fatigue എന്ന് പറയുമ്പോൾ ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടോട്ടൽ ഒരു സഫറിങ് കഴിഞ്ഞതിന് ശേഷം, ക്ഷീണം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ആശ്വാസത്തിനും അല്ല എങ്കിൽ അവർക്കൊരു സന്തോഷത്തിനും വേണ്ടിയിട്ട് നമുക്ക് ടെലിവിഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? മനസ്സിലായി സാർ.
സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല സാർ. തോന്നുന്നുണ്ടോ? ഇല്ല. കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോ SS പഠിക്കുമ്പോ എന്താടാ ഇതിപ്പോ പഠിക്കുമ്പോ SS പഠിക്കുന്നത് പോലെയാണ് തോന്നണത്. എന്താ? അല്ല ഇതാണെങ്കിൽ ഒരു ഹിസ്റ്ററി പരമായ ഒരു രീതിയിലല്ലേ. ഈയരുത്. അതങ്ങനെയാണ്. ഇപ്പൊ അവരെന്തിനാണ് ഇതില് ഇംഗ്ലീഷിൽ എടുത്തിട്ടേ എന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല. പക്ഷെ അവരെടുത്ത് ഇട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നാലും നിങ്ങൾക്ക് എക്സാമിന് ഈ ഹിസ്റ്ററി ഒന്നും ഇംഗ്ലീഷിൽ ചോദിക്കത്തില്ല, പേടിക്കണ്ട. അതായത് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതിലുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ ഇതില് ഏത് വർഷമാണ് ഇതുണ്ടായത്, ഏത് വർഷമാണ് ഇത് വന്നത് എന്നുള്ള കാര്യമൊന്നും ഞാനങ്ങനെ ചോദിക്കത്തില്ല കേട്ടോ, പേടിക്കണ്ട. ഇപ്പൊ ഏത് മോഡലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ എന്തായാലും പറയാം. എന്തായാലും ഇതിന് ശേഷം എന്തായാലും ഇംഗ്ലീഷല്ലേ, നമുക്കപ്പോ ഗ്രാമർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ആവശ്യമായിട്ട് വരിക. അപ്പൊ ഇനി നിങ്ങൾക്ക് സ്പീഡായി പോകുന്നു, സ്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇടയ്ക്ക്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് നമുക്ക് പോകും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Why do we say that the TV is magical carpet? എന്തുകൊണ്ടാണ് നമ്മൾ TV ഒരു മാജിക്കൽ കാർപ്പറ്റ് അല്ല എങ്കിൽ ഒരു മാന്ത്രിക പരവതാനി എന്ന് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് എല്ലാം കാണാൻ പറ്റുമോ ഇതില്? ഒരു Okay, we can see everything in a room. കുറെ ചാനലിലാണ് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. Right, so we can get to know about more and more things happen outside. അപ്പൊ നമുക്ക് പുറത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അതെല്ലാം കൂടെ നമുക്ക് അത് ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. അശ്വിൻ ശരി, എല്ലായിടത്തും നിങ്ങളൊരു നോട്ട് ഇതിപ്പോ തൽക്കാലം എഴുതിക്കോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ഇപ്പൊ എഴുതിക്കോ. എന്നിട്ട് ആരെങ്കിലും ഒരാള് ഇത് അതിനെ സ്കാൻ ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടാ മതി. അപ്പൊ നോട്ട്സ് പോവാം. ഓക്കെ, ഞാനപ്പോ പറയട്ടെ, ആൻസർ പറയാൻ എഴുതിക്കോ. നോട്ടില് അങ്ങ് എഴുതിയാ മതി. സാർ ഒന്ന് പെൻസിൽ എടുത്തോണ്ട് വരട്ടെ. സാർ എഴുതിയിട്ട് എടുത്തിട്ടോ എഴുതുക. എഴുതിയ നമ്മൾ ടെസ്റ്റ് പേപ്പർ സ്കാൻ ചെയ്ത് PDF ആക്കി അതുപോലെ ഗ്രൂപ്പിൽ ഇട്ടാ മതി കേട്ടോ. ഈ നോട്ട് മാത്രം പോലെ ഈ ടിവിയുടെ എന്താടാ സാർ? ഈ ടിവിയുടെ മാത്രമല്ലേ? ടിവിയുടെ മാത്രം. ബ്രഹ്മ, നീ എന്താ പറഞ്ഞേ? എടാ കേട്ടൂടാ, വ്യക്തമാവുന്നില്ല. എടാ ഒന്നും വ്യക്തമാവുന്നില്ല. നീ ചാറ്റ് ബോക്സ്. ഓക്കെ, സോറി, വെയിറ്റ്. സാർ ഞാൻ ഫോണിൽ അയച്ചിട്ടുണ്ട്. ആടാ, ഓക്കെ. We can see all events happening in this world in television, happening in world in television. Next sentence, the television has. സാർ ഇതില് ടൈപ്പ് ചെയ്യണ അതോ? ഇല്ല, എഴുതിക്കോ. The television has conquered, CONQUERED, conquered time and distance. സാർ ഇത് ഗ്രൂപ്പിലേക്കോ?
എടാ സാർ ഗ്രൂപ്പില് ഒന്നും കൂടെ പറയോ എടാ ഞാൻ പറഞ്ഞത് ഒന്ന് വായിച്ച അശ്വിൻ, ഞാൻ പറഞ്ഞ അത്രയും. We can see all events happening in this world in the television. സാർ The ഒന്ന് television has സാർ controlled പോയിന്റ് guidelines. ആയിട്ടുള്ള പാരഗ്രാഫ് ഒരു കാര്യം ചെയ്യാം. ഒന്ന് കേട്ടുകൂടെ Okay, second question. How is the TV helpful to the people in rural areas? Rural ഏരിയയിലുള്ള ആൾക്കാർക്ക് ഈ TV എങ്ങനെയാണ് സഹായകരമായത്? എങ്ങനെയാടാ? എങ്ങനെയാ? അവരൊക്കെ വെളിയിലിറങ്ങുന്ന കാര്യമൊക്കെ അറിയാൻ പറ്റും. Hygiene, nutrition, അതുപോലത്തെ കാര്യങ്ങൾ. Yeah, exactly. The people of rural areas do not have enough awareness on the matters on health and hygiene. So the programs related to health and hygiene, agriculture, all those things are helpful for the rural areas. അല്ലെങ്കിൽ റൂറൽ ഏരിയസ്, പീപ്പിൾ ഫ്രം റൂറൽ ഏരിയസ്. അപ്പൊ അവർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ അടുത്ത് അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്താണെങ്കിൽ അതെങ്ങനെ അഗ്രികൾച്ചറിനെ കുറിച്ചും എല്ലാം റിലേറ്റ് ചെയ്യാൻ അവർക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചു. ഹൗ ഈസ് ദ TV ഹെൽപ്ഫുൾ ടു ദ ഫാർമേഴ്സ്? അപ്പോൾ അടുത്ത് ഓക്കെ, TVയില് ഫാർമേഴ്സിന് എങ്ങനെ ഹെൽപ്ഫുൾ ആയി? എങ്ങനെയാ? അവർക്ക് ഈ പെസ്റ്റിസൈഡും ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യങ്ങളും പിന്നെ ന്യൂ അഗ്രികൾച്ചർ ഈ കൾട്ടിവേഷന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാ ആൻസർ. ഞാൻ എഴുതണ്ടല്ല. എടാ നീ ആൻസർ ഒന്ന് എഴുതിക്കോ, എല്ലാരും എഴുതിക്കോ. ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. എന്തായാലും ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോ ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 കേട്ടോ. അപ്പൊ 2-ന്റേതാ? 2-ന്റെ ഞാൻ പറയാം. വെയിറ്റ്, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ നോക്കിയ എനിക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. എനിക്ക് 3 എന്റെ 3 ആണ്. ഇത് കണ്ടിട്ട് പേടിച്ചുകൊണ്ട്. ഓക്കെ, ഇത് 3 എന്നുള്ള ആരും മനസ്സിലാവുമല്ലോ ഞാൻ ഈ നോട്ട് അയച്ചു തന്നാല്. ഓക്കെ, അപ്പൊ അടുത്ത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൗ ഈസ് TV ഹെൽപ്ഫുൾ ടു ദ പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ്? അപ്പൊ അതെന്താ എഴുതാം ഇവിടെ? It is one of the എവിടെയാണ് ഇതിന്റെ ആൻസർ കിടക്കുന്നത്? ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. സാർ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ സാർ മറ്റേ ഹെൽത്ത്, ഹൈജീൻ, ന്യൂട്രീഷൻ, ഫാമിലി പ്ലാൻ. The programs on subjects like health, hygiene, nutrition, family planning, and agriculture are of immense help to men and women, especially in the rural areas. Okay. അതല്ലേ സാർ രണ്ടാമത്തത്? അതെ, ഇതാണ് രണ്ടാമത്തത്. സാർ അപ്പൊ ഈ പ്രോഗ്രാം തൊട്ട് റൂറൽ ഏരിയാസ് വരെ ആടാ. സാർ അപ്പൊ ഒന്നാമത്തെ എഴുതി. ഒന്നാമത്തത് എന്തായാലും അത് അല്ലാതെ തന്നെ എഴുതണം. ഇതപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേടാ? എടുത്ത് ഗ്രൂപ്പിലിടുവല്ലേ? ആടാ, ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ആക്ച്വലി
ഞാനിത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കേ. അപ്പൊ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവുമല്ലോ. സാർ ഒന്നാമത്തെയും കൂടി കൂടെ വലുതാക്കാൻ തന്നെ എഴുതണം. നമ്പറിന്റെ സൈസ്. സാർ മൂന്നാമത്തെ അത് തൊട്ട് കൾട്ടിവേഷൻ വരെ അല്ലേ? അതായത് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ആ സാർ ഒന്നാമത്തെയും കൂടി. ഒന്നാമത്തെ ആൻസർ നമുക്ക് ഇത് അല്ല സ്വന്തമായിട്ട് തന്നെ എഴുതണം. അത് ഞാൻ പറഞ്ഞു തന്നല്ലോ. അത് എഴുതി. ഓക്കെ, അത് എഴുതിയല്ലോ, അത് മതി. അത് ബാക്കി റെക്കോർഡ് ഇടും ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. അടുത്ത, ഇൻ വാട്ട് വേ ഈസ് ടി വി ഹെൽപ്ഫുൾ ടു പ്രൊപ്പഗേറ്റ് കൾച്ചർ? കൾച്ചറിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കൾച്ചറിനെ കാണിക്കാനായിട്ട് ടി വി എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു? എങ്ങനെയാ? എങ്ങനെയാടാ? എടാ കേക്കാവോ ഞാൻ പറയണേ? പറഞ്ഞേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേ ഇസ് ടി വി ഹെൽപ്ഫുൾ ടു പ്രൊപ്പഗേറ്റ് കൾച്ചർ? അപ്പൊ ഈ ടി വി കൾച്ചറിനെ കാണിക്കാനായിട്ട്, അല്ലെ കൾച്ചറിനെ എടുത്ത് കാണിക്കാനായിട്ട് ടി വി എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തിരുന്നത്? എന്തായിരിക്കും? ഡിഫറെന്റ് കമ്മ്യൂണിറ്റിയുടെ എക്സാക്ട്ലി, ഡിഫറെന്റ്. ഹിമ്മെന്ന് പറഞ്ഞിടത്ത് മാൻ എന്ന് കൊടുക്കണ്ടേ? ഏതാടാ? ഹിമ്മെന്ന് വരുന്നിടത്ത് മാൻ എന്ന് കൊടുക്കണ്ടേ? എവിടെയാടാ? The invention of the television has enabled him. Okay, yeah, the invention of the television has enabled the man to enjoy and see with his own eyes. Our question number 4. Yeah. സർ, അപ്പൊ ഈ ഇനേബിൾഡ് ഹിമ്മിന് പകരം മാനാ? enabled him ന് പകരം man. ഇപ്പൊ നിങ്ങൾ ഹിം എന്ന് എഴുതിയാലും അത് തെറ്റൊന്നുമില്ല, എഴുതാന്നുള്ളതേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് അടുത്ത് എക്സാമിന് ചോദിക്കുമ്പോൾ ഞാൻ ഇതേപോലെ ചോദിക്കത്തില്ലല്ലോ ഡയറക്റ്റ് ആയിട്ട്, അതുകൊണ്ട്. ഓക്കെ, അടുത്ത. In the field of education, the TV plays a dominant role. How? In the field of education, അതായത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് നമ്മുടെ ഈ ഒരു ടി വി നല്ലൊരു റോൾ വഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, എന്തൊക്കെയാണ്? എന്തൊക്കെയാടാ? എന്തൊക്കെയാ? സാറി സയൻസ്, മാത്തമാറ്റിക്സ്, ജിയോഗ്രഫി അതുപോലത്തെ കാര്യങ്ങളെല്ലാം ടി വിയിൽ കാണിക്കും. എക്സാക്ട്ലി. അപ്പോ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന കാര്യം ഇതും എഴുതണം. ദ മീഡിയം, ഹൈലൈറ്റ് ദ മീഡിയം ഓഫ് ഇതുണ്ടല്ലോ, സെലക്ട് ആവുന്നില്ലല്ലോ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ അത്രയും കൂടെ ഉണ്ട് കേട്ടോ, അതവരെ സെലക്ട് ആവാത്തോണ്ട. ദിസ് മീഡിയം ഓഫ് ഓഡിയോ വിഷ്വൽ communication has very powerful appeal. It can be therefore used for educational purposes. Lessons on science, maths, geography and other disciplines are
often telecast. In order to educate the public, more programs on traffic rules, health and hygiene, law and order protection, അതെല്ലാം എഴുതണം. സർ ആൾസോ വേണ്ടേ? എഴുതുന്നോണ്ട് തെറ്റില്ലടാ, വേണമെങ്കിൽ എഴുതിക്കോ. എഴുതിക്കോ. therefore വേണം sir, therefore. Therefore വേണ്ട. സാർ ഇമ്പോർട്ടൻസ് വരെ എഴുതണോ? ആ, ഇത് ഫുള്ള് അതിന്റെ ആൻസർ തന്നെയാണ്. സാറാ പാരഗ്രാഫ് ഫുൾ അല്ലേ? അതെ, പാരഗ്രാഫ് ഫുൾ എഴുതണം. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ? സോ ഒരു സംശയം, ഈ ക്വസ്റ്റ്യൻ നമ്പർ 4 ദി ഇൻവെൻഷൻ തൊട്ട് കമ്മ്യൂണിറ്റീസ് വരെ അല്ലേ? ആടാ, അതെ. അടുത്ത, ഹൗ ഡസ് ദ TV എന്റർടൈൻ പീപ്പിൾ? TV എങ്ങനെയാണ് ആൾക്കാർ എന്റർടൈൻ ചെയ്യിക്കുന്നത്? എങ്ങനെയാ? മുതിർന്നവർക്കാണെങ്കിൽ ജോലി ചെയ്ത് തളർന്നു വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയൊക്കെ. എക്സാക്ട്, ഇത് തന്നെയാണ് ആൻസർ. ലാസ്റ്റ് പാരഗ്രാഫ് തന്നെയാണ് ആൻസർ. Question number 6. Okay. ഓക്കെ, അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിതിന്റെ ഇതിലൂടെ ഞാൻ അയച്ചിരിക്കാം എല്ലാത്തിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് നോക്കിക്കൂ. ദ ടെലിവിഷൻ മെയിൻലി ഡസ് 4 things: എന്റർടൈൻ, എഡ്യൂക്കേറ്റ്, ഇൻഫ്ലുവൻസ്, ഇൻഫോം. അത് എന്റർടൈൻ, നമ്മളെ രസിപ്പിക്കാനും എല്ലാത്തിനും, പിന്നെ എഡ്യൂക്കേറ്റ് നമുക്ക് അറിവൊക്കെ കൊണ്ടുവരാന്, ഇൻഫ്ലുവൻസ് നമ്മളെ സ്വാധീനിക്കാന്, ഇൻഫോം അതായത് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയിക്കുക. അതിനെല്ലാം കൂടെയാണ് നമ്മള് എന്താ ഈ ഒരു ടെലിവിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത്ര തന്നെയാണ് ഇതിലുള്ള ചാപ്റ്റേഴ്സ്, സോറി, ഇത് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ.